ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 57 ഇന്ന് ഹോട്ട്സ്റ്റാറിൽ ഈ എപ്പിസോഡിന്റെ ടൈറ്റിലാണ് സൺഡേ ഫുണ്ടേ. ഹോട്ട്സ്റ്റാറിൽ അപ്ലോഡ് ചെയ്ത ആൾക്ക് വരെ അറിയാം ഇതൊരു ഫൺഡേ എപ്പിസോഡാണെന്ന്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിച്ചിട്ട് വരാം. മിസ്റ്റർ വ്ലോഗ് ഗെയിമറിൻ കമന്റ് ഇട്ടേക്കാണ്, ശരത്തേട്ട ഞാൻ ചേട്ടന്റെ 10ാമത്തെ റോസ്റ്റിംഗ് വീഡിയോ തൊട്ടാണ് കണ്ടത്, അതിന് മുമ്പുള്ള വീഡിയോസ് എവിടെ കിട്ടുന്നു ബ്രോ? പിൻഡ് കമന്റിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ മറ്റേ ചാനലിൽ ഇട്ട വീഡിയോസും കാണാവുന്നതാണ്. അപ്പൊ ഹിമാ ചന്ദ്രശേഖരൻ കമന്റ് ഇട്ടേക്കാണ്, ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത് മിൽമ ഗബ്രിയുടെ അടുത്ത് ദേഷ്യമാണ്, ബിഗ് ബോസ് മിൽമ കൊടുത്തില്ല, ഒരു റിവ്യൂവർ പോലും പറഞ്ഞില്ല, ചേട്ടനെങ്കിലും പറ. ഗുഡ് ഒബ്സർവേഷൻ. അത് ശരിയാട്ടോ. ഈ എല്ലാവരും ഔട്ട് ആവുമ്പോൾ മിൽമയുടെ വക ഒരു പരിപാടി ഉണ്ട്, ഈ ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടം. ഒരാൾ കരഞ്ഞ് ഔട്ടാവാൻ നിൽക്കുമ്പോൾ മിൽമ നൽകുന്ന സ്നേഹോപകാരം എന്ന് പറഞ്ഞിട്ട് ഒരു വൗച്ചർ കൊടുക്കാറുണ്ട്. ഗബ്രീനെ മറ്റേ ആക്ടിവിറ്റി ഏരിയന്ന് ആ വഴി കൊണ്ടുപോയത് കൊണ്ട് തന്നെ മിൽമയുടെ സാധനം കിട്ടിയില്ല. എന്തായാലും ഗുഡ് ഒബ്സർവേഷൻ, കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളും വീഡിയോ കണ്ടിരിക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. കാരണം നമ്മൾ 18 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി ചാനൽ ഡിലീറ്റ് ആവാൻ പോയ വക്കിൽ നിന്നും തിരിച്ചെടുത്തു കൊണ്ടുവന്നതാണ്. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ഒരുപാട് സന്തോഷം എനിക്ക് തരുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും സംസാരിച്ചത് സമയം കളയുന്നില്ല, നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 57 സൺഡേ ഫുണ്ടേ റിയാക്ട് ചെയ്തിട്ട് വരാം. ഈശ്വര, ഇന്നെങ്കിലും ആ ഓഡിയൻസ് ഒന്ന് മര്യാദക്ക് കൈയടിക്കണേ. നശിപ്പിച്ച് നിങ്ങളെ കാണാൻ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. കുറച്ച് ഗസ്റ്റാ? ആരായിരിക്കും എന്നാലും ഗസ്റ്റ്? ജാസ്മിൻ. ഇനി ഗബ്രിയാണോ? ആരാണ് നോറ? ലാലേട്ടൻ നമ്മുടെ നോറയോട് ചോദിച്ചു, മോളെ നോറ ആരായിരിക്കും? നോറ സുരേഷേട്ടനാണോ? ആ കറക്റ്റ്. കാണാം, കണ്ടോളൂ. പെർഫെക്റ്റ് ലുക്ക്. അതെ അതെ. എന്നാലും നമ്മുടെ ലാലേട്ടന്റെ ഒക്കെ ഒരു അവസ്ഥയെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നോട് പറയാൻ. 5 പാവകൾ അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ നിൽക്കുക. 4 ജീവനില്ലാത്ത പാവകളും ഒരു ജീവനുള്ള പാവയല്ല ലാലേട്ടന്. ആരാണ് ആദ്യമായിട്ട് മരിച്ചത്? ജാനോ? ലാലേട്ടനെ ബിഗ് ബോസ് സ്ക്രിപ്റ്റിനനുസരിച്ച് തുള്ളുന്ന പാവയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അമൃതകാരിയല്ലേ അപ്സര കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിലെ ബൊമ്മേനെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആരൊക്കെയോ വെച്ച് ഡബ് ചെയ്തേക്കാ. മാത്രം പോരല്ലോ, കുറച്ച് ബുദ്ധി വേണ്ടേ? എവിടെയോ പോയി വായി നോക്കി. സൂപ്പർ 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 എന്ന് പറഞ്ഞാൽ സ്വന്തം ടീമിനെ കഴിയും വിശ്വാസം അപ്പുറത്തെ ടീമിനെ ആയിരുന്നു. ജാസ്മിൻ പറയണ ഞങ്ങൾ കളി നോക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടാ, ഈ ജിൻഡോക്ക് ഞങ്ങളെക്കാളും വിശ്വാസം ഓപ്പോസിറ്റ് ടീമിലെ ആൾക്കാരെയായിരുന്നു, അതാ ഞങ്ങൾ തോറ്റത്. വന്നപ്പോഴത്തേക്ക് നന്ദനാണെങ്കിൽ മറ്റേ വെകിളി കയറുന്നതൊക്കെ കയറി വരുന്നത്. അത് ശരിയാ, അവൾ ഇത്തിരി വെകിളി തന്നെ. ജാസ്മിനും ശ്രീത്തും കൂടെ പൊട്ടിച്ചാണെന്ന് ആരോ പറയുന്ന കേട്ടു. ജിൻഡോ അങ്ങനെ പറഞ്ഞ? ജിൻഡോ ലാലേട്ടാ പറയല്ലേ, മിണ്ടാതിരി. നശിപ്പിച്ച് കൂടെ ഇരുന്ന് നമ്മളെ നെഞ്ചത്തെ കുത്തും തോന്നും. പറയല്ലേ നശിപ്പിച്ച് കൂടെ ഇരുന്ന് കുഴി തോണ്ടാൻ ഇതിലും വലിയൊരാള് ബിഗ് ബോസ്. ഓക്കെ, കൂടെ വന്ന് കളിച്ചിട്ട് മറ്റുള്ള ടീമിന് വേണ്ടി കൂറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സംഭവത്തിലുള്ളൂ ജിൻഡോക്ക് സംശയമാണ് നമ്മുടെ ജാസ്മിനെ അതേപോലെ തന്നെ ശ്രീധൂരി. ചെറിയ തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനുള്ള മനസ്സ് പുള്ളി. അല്ല ജാസ്മിനെ, ഗബ്രി പോയി വിഷമം നിനക്ക് ഇത്ര ഉള്ളൂ. ശനിയാഴ്ച രാവിലെ ആയിരിക്കുമല്ലോ ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പോകുമ്പോ ഈവനിങ് ആയിരിക്കും ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. കുറച്ച് മേക്കപ്പ് ഇടാതെ വന്നു കഴിഞ്ഞാൽ സങ്കടത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാണോ ഇങ്ങനെ വന്നത്? എനിക്ക് എന്തോ ഒരു പന്തിയായിട്ട് തോന്നി. അപ്പൊ ഞാൻ അപ്പൊ ജിൻഡോന്റെ സംശയം ഇതാണ്, അപ്സരയും നന്ദനെയാണ് ബലൂൺ പൊട്ടിക്കാൻ ഞങ്ങളുടെ അടുത്ത് വന്നത്. അൻസിബയ്ക്കും ശ്രീധുനും ജാസ്മിനും കൂടി നന്ദനേനെയും അപ്സരേനെയും തടയാൻ പറ്റിയില്ലെങ്കിൽ അതിലൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ ലാലേട്ടാ? ഇവിടെ ഇല്ല, അവിടെ എവിടെയാ പോയി എന്തോ ചെയ്തോ. ജാസ്മിനും ശ്രീധു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ലാലേട്ടാ, ഇയാള് വെറുതെ ഉണ്ടാക്കി പറയണതാ. റൂമിൽ ചെന്ന് പോയി ഒളിച്ചിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്ത് വെറുപ്പിക്കലാണ് പൂരം പോലെ ആകൊരു വീട്ടിൽ പോകും മാത്രമായിരുന്നു. ഇതെന്റെ ബിഗ് ബോസ് അല്ല, എന്റെ ബിഗ് ബോസ് ഇങ്ങനെയല്ല. ഇതെന്താണിത്? കഴുത്തിലായിരുന്നു കൈ, എന്നിട്ട് ഞാൻ എന്റെ ഇവക്ക് എന്താ ലാലേട്ടന് കാണിപ്പിച്ചിരി ക്യൂട്ട്നെസ്. ഒരു പവറും ഇല്ലാത്ത പവർ ടീം. അയ്യോ ഇങ്ങനെ ഒക്കണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ മാത്രമേ അവർ പവർ ഉപയോഗിച്ചുള്ളൂ. സാജ് ചെയ്തു കൊടുത്തു, എന്തൊക്കെ ചെയ്തു. ശരണി ചേച്ചി മൈക്ക് കറക്റ്റ് ഇട്. ഞാൻ പറഞ്ഞേ വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഇങ്ങനെ പിടിച്ച് ഞാനും അഭിഷേകും ഇവിടെ വന്ന് വീണ ഈ ടാസ്ക് അല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുത്തിയിരുന്ന് ബോറടിച്ച് കണ്ടത്?
ഇനി അത് പിന്നെയും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യണത് എന്തിനാ? ജീവൻ കൊടുത്തു ഞങ്ങൾ. സുഖ എല്ലാവർക്കും സുഖമല്ലേ? സുഖം. അല്ല എന്നിത്തിരി സുഖം തായോ? ഞങ്ങള് മിസ് ചെയ്തോ? പിന്നെ അല്ലാണ്ട് പിന്നെ ശല്യങ്ങള് വി മിസ് യു. നല്ലതാ. ഡമ്മീനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തതിന് നമ്മുടെ നെക്സ്റ്റ് ടീമിന് ലാലേട്ടൻ ഒരു സമ്മാനം കൊടുക്കുകയാണ്. ഒരു ഫലകവും പിന്നെന്തൊരു പ്രസാദവും. ജാസ്മിൻ, എന്റെ ഗബ്രിയുടെ ഫോട്ടോ അല്ലത്. ആ ഫോട്ടോകൾ അതെന്റെയാണ്. ഇതെന്താ? ഷോർട്ട് സർക്യൂട്ട് ആണ്. ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ച കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നുപോയല്ലേ? എന്റെ പൊന്നു, എന്തിനാ അഭിനയം? ആ വെള്ള കളർ ഒരു സാധനം ഇട്ടുണ്ട്, ആ മാസ്ക് വെച്ചുകൊണ്ടുവന്നതിന് നീ പേടിച്ചു എന്നാ? വിശ്വസിച്ചു. ഇല്ല, ഞാൻ പേടിച്ചു. അതിനു മുന്നേ ഇവര് എന്നെ പറഞ്ഞു പേടിപ്പിച്ചു. കഴിഞ്ഞ് നമ്മുടെ ഋഷീനെ ഏൽപ്പിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചു, പ്രേതത്തിനെ കണ്ട മോനെ? ബാത്റൂമില് ചെറുതായിട്ട് പ്രേതത്തിനെ കണ്ട് ഞെട്ടി അഭിനയിച്ച ഋഷീനോട് തന്നെ ചോദിക്കണത്. ജാസ്മിനാണ് ഇറങ്ങി വന്നേ. ലാലേട്ടാ, ഞാൻ ആ ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിരിക്കലായിരുന്ന, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? മനുഷ്യര് മാത്രമേ പേടിയുള്ളൂ, വേറെ ആരും പേടിയില്ല. ജിൻഡോ ബി ലൈക്ക്, എനിക്ക് മരിച്ച പ്രേതത്തിനൊന്നും പേടിയില്ല ലാലേട്ടാ, എനിക്ക് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഈ പ്രേതങ്ങളെ പേടി. പേടിപ്പിക്കാമെന്ന് ഇവർ തിരിച്ച് അങ്ങോട്ട് പേടിപ്പിച്ചു, അവര് പേടിച്ചു പോയി. പിന്നെ എന്നെ പേടിപ്പിക്കാൻ വന്ന പ്രേതങ്ങളെ ഞാൻ പേടിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഗോസ്റ്റിനെ കണ്ട എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ഗോസ്റ്റിനെ കണ്ട എക്സ്പീരിയൻസിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എന്റെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഫ്രീ ആവുമ്പോ വായിച്ചു നോക്കൂ. ചുമ്മാ പുളു അടിക്കല്ലേ? ശരണ്യ ചേച്ചിക്ക് എന്തോ പ്രേതത്തിന്റെ അനുഭവം പറയാനുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. ഇവിടെ പ്രേതമുണ്ട്, അപ്പം നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശരണ്യ ചേച്ചി നഴ്സിംഗിന് പഠിക്കുന്ന കാലം, ശരണ്യ ചേച്ചിയുടെ വീട് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ശരണ്യ ചേച്ചിയുടെ ഫ്രണ്ട്സിന്റെ വീടെല്ലാം സൗത്ത് ഇന്ത്യയിലായിരുന്നു. ശരണ്യ ചേച്ചിക്ക് ടിക്കറ്റ് കിട്ടിയത് നാളേക്കായിരുന്നു. അപ്പൊ അന്ന് രാത്രി ശരണ്യ ചേച്ചി ഒരു മിസ്സും പിന്നെ അവിടുത്തെ മെസ്സ് നടത്തുന്ന ഒരു ചേട്ടനും സെക്യൂരിറ്റി, 4 പേരാണ് ഹോസ്റ്റലിൽ ഉണ്ടായുള്ളൂ. രാത്രി ആയപ്പോൾ ശരണ്യ ചേച്ചി പല പല ശബ്ദങ്ങൾ കേട്ടു. ഡും 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 എന്ന് ഓരോ റൂമിൽ നിന്ന് കൊട്ട് കേട്ടു. ഫാന്റെ എന്തൊക്കെ ശബ്ദങ്ങൾ കേട്ടു. എന്ന് പറഞ്ഞാൽ അടിച്ചു പോയ ഫാനൊക്കെ ഇങ്ങനെ. ശരണ്യ ചേച്ചി പേടിച്ച് അവിടെ ഇങ്ങനെ ദൈവത്തിനെ വിളിച്ച് കിടന്നുറങ്ങാൻ നോക്കി. ഒരു 3 മണിയായപ്പോഴേക്കും സൗണ്ട് കുറഞ്ഞു വന്നു. ശരണ്യ ചേച്ചിയുടെ അടുത്തേക്ക് വന്നില്ല. ഇതാണ് ഇവിടെ പ്രേതത്തിന്റെ അനുഭവം. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അങ്ങനെയൊക്കെ ശബ്ദവും പിന്നെ കരച്ചിലിന്റെ ശബ്ദവും. ആ മിസ്സും അവിടുത്തെ മെസ്സിലെ ചേട്ടനുമായിട്ട് എന്തോ അഭിഹിതം. ബാത്റൂം സൈഡിൽ നിന്ന് ഒത്തിരി സംഭവമൊക്കെ വലിച്ച്. അതിനാണ് പ്രേതത്തിനെ കണ്ടു തേങ്ങേനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് തള്ളണേ. ഇതന്നെ ശബ്ദം. ഞാൻ ഓർത്ത് ഞാൻ ചത്തുപോകുന്നു. പക്ഷെ എന്തോ ലാലേട്ടൻ, ഈ ശരണ്യ പറഞ്ഞ കഥയിൽ എവിടെയാ പ്രേതം? അല്ല, ശ്രീരേഖ കണ്ടിട്ടുണ്ടോ? പോട്ടെ, ശരണ്യയുടെ എങ്ങനെയായിരിക്കും? ശ്രീരേഖ ചേച്ചിയുടെ അനുഭവം നമുക്ക് കേൾക്കാലോ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് സർ. ആണോ? എന്താണ്? നമ്മള് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ശരി, അതായത് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ ശ്രീരേഖ ചേച്ചി ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ആയിരിക്കുമല്ലോ താമസിക്കാം. അങ്ങനെ ഒരു ഹോട്ടലിൽ പോയി താമസിച്ചു. കിടന്നുറങ്ങിയപ്പോൾ അവിടെ എന്തോ ഒരു എനർജി ഉള്ള പോലെ ശ്രീരേഖ ചേച്ചി വല്ലാണ്ട് ഡെസ്പായി. അങ്ങനെ കിടന്നപ്പോ എന്തോ നിഴല് പോലെയൊക്കെ ശ്രീരേഖ ചേച്ചിക്ക് തോന്നി. ഒരു നിഴല് പോലെ ഫീൽ ചെയ്തു. പെട്ടെന്ന് ടേബിൾ ലാബിന്റെ ലൈറ്റ് മിന്നു. നമ്മൾ പെട്ടെന്ന് എണീറ്റു. നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചു എന്താ പറ്റിയ. ഈ പ്രേതത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു പണി. എന്തിനാന്നറിയില്ല, ഈ സിനിമയിൽ കാണുന്നത് പോലെയാണല്ലോ ജീവിതത്തിലും പ്രേതം വരുന്നത്. വേണം, കാരണം എനിക്ക് ലൈറ്റ് ഇടാണ്ട് ഇത്തിരി ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാൾ. അപ്പൊ ശ്രീരേഖ ചേച്ചിക്ക് ലൈറ്റ് ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ശ്രീരേഖ ചേച്ചി ഹോട്ടലുകാരെ വിളിച്ചപ്പോ ഹോട്ടലുകാർ റൂം മാറ്റി കൊടുത്ത് രാവിലെ പറഞ്ഞു അവിടെ ആരോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ഏതെങ്കിലും ഹോട്ടലുകാർ പറയൂടെ അങ്ങനെ? പിറ്റേ ദിവസമാണ് അവര് പറഞ്ഞത് അവിടെ എന്തോ എന്ത് വീടലാണിത് ഉണ്ടെന്ന് അവര് പറഞ്ഞു. ആത്മഹത്യ ചെയ്തൊരു റൂമാണെന്ന്. ആത്മഹത്യ ചെയ്ത റൂമിനെയാണ് പ്രേതക്കഥ. എന്റെ പൊന്നു ചേച്ചി, പ്രേതക്കഥ എന്ന് പറഞ്ഞതല്ല. ഞാൻ രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ട് ബൈക്കിൽ ഇങ്ങനെ വന്നപ്പോൾ പ്രേതമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ വെള്ളസാരിയൊക്കെ എടുത്ത് ഇങ്ങനെ പ്രേതത്തിനെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് സിനിമ കഴിഞ്ഞിങ്ങനെ വരായിരുന്നു. പെട്ടെന്നതാ വെള്ളസാരി എടുത്തൊരാൾ അവിടെ നിൽക്കുന്നു. ഞാനിങ്ങനെ ഒന്ന് നോക്കി. ഒരു നിമിഷം എൻ്റെ നെഞ്ചൊന്ന് കാളി. ഈശ്വര, പ്രേതമാണോ? അല്ലേ, അത് ഏതെങ്കിലും ചേച്ചിമാര് ലിഫ്റ്റ് ചോദിക്കാൻ നിൽക്കണതാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഞാൻ എൻ്റെ മുഖത്തേക്ക് അടിച്ചു. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ചാടിയിട്ടു. ഇങ്ങനെയൊക്കെ പറയണ്ടേ? എന്തിട്ടൊരു മാതിരി കൊട്ടിയിട്ട് പോയി ലൈറ്റ് ഓഫ് ചെയ്തു.
എന്തുവാടേ? ഞങ്ങൾക്ക് ഗോസ്റ്റിന്റെ വീഡിയോ കാണണോ? അത് കഴിഞ്ഞ് നമ്മുടെ പ്രേതത്തിനെ കണ്ട് അഭിനയിച്ച് പേടിച്ച ഋഷിയുടെ വീഡിയോ ഇട്ടു. ഇതൊക്കെ ഞങ്ങൾ കണ്ടതാ. പിന്നെ നീ കാണിക്കണേ. അവനെ നിന്നെ കണ്ട പ്രേതം പേടിച്ചോടും. ലാലേട്ടൻ ബോഡി ഷേമിങ് നടത്തിയിരിക്കുന്നു. ഋഷീനെ കണ്ട പ്രേതം പേടിച്ചു പോന്ന്. ലാലേട്ടാ, ഇതൊന്നും പൊളിറ്റിക്കലി അത്ര കറക്റ്റ് അല്ല കേട്ടോ. നമ്മുടെ ശരണ ചേച്ചിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാണ്ട് കേട്ടോക്കാം. ചേട്ടന്റെ മോൻ അയാൻ വാവയുടെ ബർത്ത്ഡേ ആണ്. ലാലേട്ടന്റെ ഒക്കെ ഒരു അവസ്ഥയെ ഇത്രയും കോടികൾ മുടക്കി ഒരു ഷോയില് വന്ന് നിന്നിട്ട് അയാൻ മോന്റെ ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ അയൻ ബാബ. എന്തായാലും അയാൻ മോന്റെ ബർത്ത്ഡേ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ അയാൻ മോനെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സുലു, അവളുടെ കല്യാണമാണെന്ന്. അപ്പൊ നമ്മുടെ ജാസ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് വിഷു പറയാൻ ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞു, എന്റെ പൊന്ന് ജാസ്മിനെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ ഇവിടുത്തെ സ്വഭാവം കണ്ടിട്ട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ കല്യാണം ചിലപ്പോൾ മുടങ്ങിപ്പോയിണ്ടാവും. ടീമിലെ ഒരംഗത്തിന് ഒരാപത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത് കഴിഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. ഒളിപ്പിച്ച നിലയിൽ ആ കൂടിന്റെ താക്കോലും. അപ്പൊ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഹോട്ട്സ്റ്റാറിൽ വന്നതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക്, ആപത്തിൽപ്പെട്ട സുഹൃത്തിനെ സഹായിക്കുന്ന കൂട്ടുകാർ. കൂട്ടിൽ പോയി ഇരിക്കേണ്ടതാണ്, കൂട് താഴിട്ട് പൂട്ടുന്നതാണ്. ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ടാസ്ക്. അവിടെ ഒരു കേജ് ഇരിക്കുന്നുണ്ടാവും. ആ കേജിൽ നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ കയറണം. ബിഗ് ബോസിന്റെ പ്രതിനിധി വന്നത് കുറ്റിയിടും. കുറ്റിയിട്ടിട്ട് താക്കോൽ അവിടെ വലിച്ചെറിയും. അപ്പൊ കുറെ താക്കോൽ ഉണ്ടാവും. കറക്റ്റ് താക്കോല് കണ്ടുപിടിച്ച് ഡോറ് തുറന്ന് ഇവരെ രക്ഷിക്കുന്നവർ വിജയിക്കും. ഞാൻ ബിഗ് ബോസ് ശരണ്യ. നോറ. അപ്സര. കൂട്ടിലാരൊക്കെയാണ് ഇരിക്കാൻ പോകുന്നത്? ശരണ്യ, അപ്സര, അൻസിബ, നോറ. അങ്ങനെ ഓരോ ടീമിന്റെ മത്സരം ആരംഭിച്ചു. കുറെ കീ ഉണ്ടായത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്നെടുക്കും തുറക്കും, ഓരോന്നെടുക്കും തുറക്കും, ഓരോന്നെടുക്കും തുറക്കും. ജസ്മിന്റെ ടീം കൂട് തുറന്ന് പുറത്തിറങ്ങി. അകത്തെത്തിയ രശ്മി കൊള്ളാടാ, നീ നല്ല ബീജിയം ഇടുന്ന ആള് തന്നെയാ. സ്വയം ബീജിയം ഇടാനേ നിനക്കൊക്കെ പറ്റൂ. അല്ലാണ്ട് ആരും നിന്റെ വീഡിയോ ഒന്നും കട്ട് ചെയ്ത് ബീജിയം ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല രശ്മിനെ മാസാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ എമ്മില്ലാത്ത സാധനമായിട്ടുണ്ട്. ജിൻഡോന്റെ ടീം എവിടെ? താക്കോൽ ഇവിടെ. താക്കോൽ എടുത്തിട്ട് ജാസ്മിനെ ഇടിച്ചിടാൻ പോകും. ഇടി കിട്ടിയാലും എന്താ ജാസ്മിനെ? കൂട് പറഞ്ഞില്ലേ? എന്തുവാടേ ഒരു ഹോളില് 3 പേരൊക്കെ താക്കോൽ ഇടുന്നേ? ഇതെന്താ? ഞാൻ പറയൂല. എന്റെ കണ്ണിൽ ഇപ്പോഴും വിഷ്വൽസ് ഇങ്ങനെ നിൽക്കുന്നു. എന്ത് വിഷ്വൽസ് ജാസ്മിനെ ഇങ്ങനെ നിക്കണത്? എന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ചാറിങ് ഒഴിച്ച മോളെ. എന്റെ കണ്ണിൽ ഇപ്പോഴും വിഷ്വൽസ് ഇങ്ങനെ നിൽക്കുന്നു. അടുത്തത് ഇവരുടെ ടീമാണല്ലോ മൊത്തത്തിൽ എന്റർടൈൻമെന്റിന്റെ ആൾക്കാര്. എന്തായാലും അവര് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു രതീഷേട്ടാ, അതൊക്കെ പൊളിക്കുവോ? ഈ താക്കോലും വെച്ച് എന്ത് ലൂസ് അടിക്കാനാണ്? അങ്ങനെ ഈ മത്സരത്തിൽ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ടീം 28 സെക്കൻഡ് കൊണ്ട് കൂട് തുറന്ന് കളി ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ അപ്സരയുടെ ടീം അത്ര ടൈം എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ രതീഷന്റെ തോളുമയായിരുന്നു ആ താക്കോൽ ഇരുന്നിരുന്നത്. ഏതോ വള്ളി കുരുങ്ങി ലാസ്റ്റ് നിലത്ത് വീണപ്പോഴാണ് നിങ്ങൾ അത് എടുത്ത് തുറന്നത്. നിങ്ങൾക്ക് വേണ്ടിട്ട് ആ സിനിമ കാണിച്ചു തരാം. അപ്പൊ ഈ ടാസ്കിൽ ജയിച്ച ഇവർക്ക് സമ്മാനമായിട്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇട്ട് കൊടുക്കാന്ന് ലാലേട്ടൻ പറഞ്ഞു. ഒരു മറുപടി പ്രസംഗം. ഒരു സൈഡിൽ നമുക്ക് ലക്കാണ്, കാരണം ഇവർ. ലാലേട്ടൻ ചോദിച്ചു, എന്താ ജാസ്മിനെ വിജയത്തിന് ഒരു മറുപടി പ്രസംഗം പറയാനുള്ളത്? വേറെ ടീമിന് വേണ്ടി ആരും കളിച്ചില്ല അല്ലേ ജിൻഡോ? ഇല്ല. ലാലേട്ടൻ ജിൻഡോനിട്ടൊരു കുത്തു കൊടുക്കുക. അല്ല ജിൻഡോ, വേറെ ടീമിന് വേണ്ടി ഒന്നും കളിച്ചില്ലല്ലോ, ഈ സംശയമൊന്നും ഇല്ലല്ലോ. നമുക്ക് കേറിയപ്പോ തന്നെ മനസ്സിലായിരുന്നു അത് ഫസ്റ്റ് ടൈം തന്നെ ചാവി ഉണ്ടാവും. ജിൻഡോ, ഇല്ല ലാലേട്ടാ, നിങ്ങൾക്ക് ജയിക്കുന്ന ഒരു ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി താക്കോൽ എവിടെ കിടക്കാന്ന്. ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക്. ഞങ്ങൾക്ക് മനസ്സിലായില്ലട്ടാ, പുള്ളിയുടെ മാത്രം തോന്നല. അങ്ങനെ വെക്കുമ്പോ ചാവി കൊണ്ട് ഏറ്റവും ബാക്കിൽ വെക്കും നമ്മൾ വിചാരിക്കാം. ജിൻഡോ പറഞ്ഞതിലും ഒരു ലോജിക് ഉണ്ട്. താക്കോല് പൂട്ടിയിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഇടും. കാരണം നമ്മളെല്ലാവരും ചിന്തിക്കും അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാരും ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കായിരിക്കും. സോ സിമ്പിൾ സ്ഥലത്തായിരിക്കും താക്കോല് വെക്കാന്നാണ് ജിൻഡോ ഉദ്ദേശിച്ചത്. ബിഗ് ബോസ് ഫസ്റ്റ് ടൈം തന്നെ തരുമെന്ന് നമുക്ക് തോന്നിയായിരുന്നു. ജിൻഡോന്റെ ബുദ്ധി വിമാനം തന്നെ. പൂവാലൻ ഓഫ് ദ ഹൗസ്.
അർജുൻ കേട്ട ശ്രീതു കേട്ടാ? നിനക്കല്ലായിരുന്നു അവന് വലിയ വില. കേട്ടില്ലേ ലാലേട്ടന്റെ വായന്ന് തന്നെ? അവനാണ് ഏറ്റവും വലിയ പൂവാലെന്ന്. ഇവിടെ ഉള്ളവരെ കണ്ടുപഠിക്കുവായിരുന്നു. ഓ, നിനക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്റെ അർജുനെ? ലാൽ സാറിന്റെ മൂവീസ് എന്താണ് കൂടുതൽ പഠിച്ചത്? ഓ, നിനക്ക് കണ്ടുപഠിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്റെ അർജുനെ? അല്ല, നീ ആരെ കണ്ട പഠിച്ചത്? ലാലേട്ടൻ കള്ളപ്പന്നി, നീ എനിക്കിട്ട് തന്നെ വെക്കുന്ന. ഒരാളെ ഒന്ന് പ്രപ്പോസ് ചെയ്തേ. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, എന്നാ നീ ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണിക്ക്, പഠിച്ചിട്ടുണ്ടോന്ന് ഞാൻ അറിയട്ടെ. ആരെ വേണേലും അവിടെ ഇത്ര പേരില്ല. ആരെ വേണം പ്രപ്പോസ് ചെയ്യാന്ന് ചോദിച്ചു ശ്രീതു. എന്നിപ്പോ വിളിക്കും എന്നെ തന്നെ. ശ്രീ ചേച്ചി വിളിക്കാം. ചേച്ചി ഷീല. ശ്രീതു കണ്ട, അവൻ കലിപ്പനാണ്. ടാസ്കിക് ബോയ് ഫ്രണ്ട്. ഏതാണ് സതീഷ്? എന്റെ ഹസ്ബൻഡ്. ഇതെന്റെ തമാശ. എന്റെ മെയിൻ ചാനലിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് അടിച്ച് മാറ്റിയത് അവര്. അത് തമിഴ്നാട്ടിലൊരു കൃഷി ഇറക്കാൻ പോയി. എവിടെ കൃഷി ഇറക്കാന്ന്? തമിഴ്നാട്ടിലാ. നിന്നെ കൃഷി ഇറക്കിക്കാടാ. ഷീല. ചായ അതിന്റെ ഇടയ്ക്ക് സൈലന്റ് ആയിട്ടൊരു സാധനം അടിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട പണി പോകും. ചേട്ടാ ഷീല. ചേട്ടാ കള്ളി. ഇപ്പൊ മണി എത്രേ? കുറുമ്പി. ഇതാണ് ഒരു പ്രപ്പോസ് എന്റെ ലാലേട്ടാ. പോവാനുള്ള ലെവലൊക്കെ കഴിഞ്ഞ് വലിയ വേറെ ഏതോ ലെവലായി പോയല്ലോ. ലാലേട്ടാ അത് പേടിക്കണ്ട. അവന്റെ റിയൽ ക്യാരക്ടർ ഇല്ലേ, അത് പുറത്തേക്ക് വന്നതാ. നമുക്ക് അഭിഷേകിന്റെ പ്രപ്പോസൽ ഒന്ന് കാണാം. നന്ദനേനെ എന്താ പറയണേ നോക്കാം. ഇന്ദ്രനീല ശോഭയാൽ ഈ ആകാശ വീതിയിൽ. ലാലേട്ടന്റെ കുറച്ച് ഡയലോഗ് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് ഛർദിക്കി. ഋഷിയുടെ പ്രണയം ഒന്ന് കാണണ്ട ഋഷി. അപ്പൊ ലാലേട്ടൻ, ഋഷി നിന്റെ റൊമാൻസ് ഒന്ന് കാണിച്ചേ. ഋഷി, എനിക്കറിയത്തില്ല ലാലേട്ടാ. അയ്യോ ഇള്ളക്കടാ, നിനക്ക് അറിയത്തില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. നിനക്ക് രാത്രി മതില് ചാടാൻ അറിയാം, ഇതൊന്നും അറിയില്ല. ഇവനാരെ പണ്ടത്തെ ഗുണ്ടാ സംഘത്തിന്റെ ആളാ? പോടുന്നു, എനിക്ക് നാളെ ഞാൻ കളിക്കാനില്ല. ആ, പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ സ്റ്റെപ്പ്. റൊമാൻറ്റിക് ആയിട്ട് ഒരു 2 സ്റ്റെപ്പ് കാണണം. ഋഷി, അയ്യേ ഈ പെണ്ണെന്താ പറയണേ? ആ സ്റ്റെപ്പ് വേണ്ട, അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ജിൻഡോന്റെ പ്രപ്പോസലാണ്. അൻസിബേനെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. കണ്ടുനോക്കാം. ഞാൻ വരച്ച ചിത്രങ്ങൾ കാണിച്ച് നീ ഇവിടെ മെഡലുകൾ മേടിച്ചോണ്ടിരിക്കുകയാണല്ലേ. ജിൻഡോ മറ്റേ വന്ദനത്തിലെ ഡയലോഗ് കോപ്പി അടിച്ചതാ. എം ഡി എം ഡി എം ഡി എം ഡി പറയൂ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയൂ. ഇഷ്ടമല്ല അങ്ങനെ പറയൂ. ഐ ശരി, ഇത് നമ്മുടെ ദിലീപേട്ടന്റെ ഡയലോഗ് അല്ലേ? നോറ ജിൻഡോയുടെ ഏറ്റവും നല്ല രസമുള്ള ഒരു പ്രണയമായിരുന്നല്ലോ. അതിപ്പോ ലാലേട്ടൻ നോറ ജിൻഡോന്റെ കൈ കെട്ടി വെച്ചത് അടിയായത് ചോദിക്കായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല. നോറ പറയാണ്, എനിക്ക് സിഗരറ്റ് വലിക്കുന്നവര് കാണുന്നത് ഇഷ്ടമല്ല ലാലേട്ടാ. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് സിഗരറ്റ് വലി കാരണമാണ്. സോ എനിക്ക് അവർ ഇഷ്ടമല്ല. ആദ്യം തന്നെ അവിടെ പോയിട്ട് അത് ചെയ്തപ്പം ചെയ്തെന്നാ? ചെയ്തില്ലല്ലോ, ചെയ്യണമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. കുറെ കാര്യങ്ങൾ ചെയ്തപ്പോ ടോട്ടൽ എന്റെ മൈൻഡ്. ജിൻഡോന്റെ എക്സ്പ്രഷൻ കള്ളം പറയാ. വീഡിയോ കൊണ്ടുപോയിക്കാതെ പറഞ്ഞ ഇങ്ങനെ പച്ച കള്ളം പറയരുത്. ജിൻഡോ സീൻ ഇന്നലെ പൊന്തി പോയത് നോറ അതേ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നല്ല സിഗരറ്റ് വലിക്കുന്ന സ്ഥലത്തേക്കും പോയില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ചൊറിയാൻ വേണ്ടി പറഞ്ഞു. ജിൻഡോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഞാൻ സിഗരറ്റ് വലിക്കാൻ പോയിട്ടില്ല, ഞാൻ പോണെന്ന് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് വിഷമമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ ടാസ്ക് ചെയ്ത് ഭയങ്കര. അപ്പൊ ജിൻഡോ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ച മറ്റേ ഫുഡ് ഉണ്ടാക്കുന്ന കേസിൽ നോറയാണ് എന്നോട് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞത്. എന്നിട്ട് അവള് തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് ഇയാള് പണിയെടുത്തില്ല എന്ന് പറഞ്ഞു. അത് ബാഡാണ് ലാലേട്ടാ. ചെയ്യാത്ത കാര്യങ്ങൾ പറയരുത് നോറ. ജിൻഡോ കലിപ്പ്. സീരിയസ് ആയിട്ട് പറഞ്ഞ ഇതൊക്കെ കേട്ട് ലാലേട്ടൻ, ഇവന്മാരെന്തുവാടേ പറയുന്നേ? ചെയ്തെല്ലാം ഫണ്ണായിട്ടാണ്. ഫണ്ണ്. ലാലേട്ടൻ ജിൻഡോനോട്, എന്റെ പൊന്നെ മോനെ ജിൻഡോ, ഈ ഒരു മയത്തിലൊക്കെ ഞാനിവിടെ നിക്കുന്നില്ലടേ, എനിക്കൊരു ബഹുമാനം താടാ. അങ്ങോട്ട് കൊണ്ടുപോയില്ലല്ലോ ആണോ? പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നോറ ചുമ്മാ കിടന്നങ്ങോട്ട് ഉരുകി തീ. മനസ്സിലായി, അവര് ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ അന്നത്തെ ടാസ്ക് കോളാക്കിയത് നോറയാണ്. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നോറയ്ക്ക് പറ്റില്ല. ജിൻഡോ ചേട്ടൻ അങ്ങോട്ട് മാക്സിമം ചൊറിയും ദ്രോഹിക്കും. അപ്പൊ നമ്മളൊക്കെ എന്തായാലും ഇടപെടേ. അപ്പൊ അപ്സര പറയണേ, നമ്മുടെ ജിൻഡോ ചേട്ടൻ സാധാരണ ചൊറിഞ്ഞാകെ അലമ്പാവുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളി അധികം ചൊറിഞ്ഞൊന്നുമില്ല കേട്ടോ. ആ ഒരു ഗെയിമിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. സത്യം, അത് പോയിന്റ്. അല്ലെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നോറ, ഞാൻ കള്ളം പറഞ്ഞതൊന്നുമല്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഈ 2 കാര്യം തീർത്തി പറയണ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവും. ജിൻഡോ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞപ്പോ ജാസ്മിൻ, എന്റെ പൊന്ന് ജിൻഡോ ചേട്ടാ, ഗബ്രി പോയ വിഷമത്തിൽ ഇരിക്കാൻ ഞാൻ, എന്നെ ചിരിപ്പിക്കല്ലേ വെറുതെ നിങ്ങള്. വീഡിയോ കണ്ടാ മതി, വേറെ ഒന്നുമില്ല. വീഡിയോ കണ്ടോ? ഫസ്റ്റ് ലാലേട്ടൻ പറഞ്ഞു, രണ്ടുപേരും കള്ളം പറയില്ല. എന്താണ് അൻസി? എനിക്കറിയാത്തോണ്ട് ഞാൻ ഇതിലൊന്നും അറിയുന്നില്ല, നിങ്ങൾ ഇരുന്നു. എന്താണ് രശ്മിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള അഭിപ്രായം? അത് കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു,
രശ്മിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു? അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു. എന്റെ അൻസിബേ അത്ര നല്ലതായെന്ന് തോന്നിയില്ല, പക്ഷെ കുഴപ്പമുണ്ടായില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് ഫേവറിസം ചെയ്യുന്ന സ്വാഭാവികം. ഫിക്ഷനുള്ള ആൾക്കാർ പെട്ടികൾ കൊണ്ട് വെക്കാന്നൊക്കെ ഉള്ളതുണ്ട്. അതായത് അൻസിബ പറയുന്നത്, അൻസിബ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ജാസ്മിൻ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. അൻസിബേനെ വന്ന് രശ്മിൻ ചീത്ത പറഞ്ഞ് പെട്ടി കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞു. പക്ഷെ ജാസ്മിനോട് അത് പറയാണ്ട് ജാസ്മിന്റെ പെട്ടി തള്ളി സ്റ്റോർ റൂമിൽ കൊണ്ടേ വെച്ചു. ജാസ്മിന്റെ 2 പെട്ടി തള്ളിക്കൊണ്ട് പോകുന്നു, ജാസ്മിൻ അവിടെ കിടന്നുറങ്ങുന്നു. സ്വാഭാവികം. ജാസ്മിനെ എഴുന്നേപ്പിച്ച് ജാസ്മിന് തള്ളാനുള്ളതേ ഉള്ളൂ. അല്ല, ഈ ജാസ്മിൻ പകല് കിടന്നുറങ്ങിയ ഒരു പട്ടി കുറച്ചില്ലേ? ഓടിപ്പോയിട്ട് ആ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ നിന്ന് ബാറ്ററി ഇവര് നന്ദന വിളിച്ച് പറയുമ്പോ പിന്നാലെ ബാറ്ററി എന്ന് പറഞ്ഞ ഇത്ര വലിയ തെറ്റാണോടെ? പറഞ്ഞാൽ ഞാൻ ഫെയർ ആയിട്ട് ഇവിടെ എല്ലാവർക്കും ചെയ്യുള്ളൂ. ജിൻഡോ എന്താ പറയുന്നുണ്ട്? ആൺകുട്ടികൾക്ക് അത്യാവശ്യം നല്ല കരുത്തുള്ള ആൺകുട്ടികൾ ടീമിൽ വേണം. എന്താ മല്ലയുദ്ധമാണോ? അത്ര ഒറ്റയ്ക്കിട്ട് ഇങ്ങനെ ഒരു ടീം വന്ന് അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു. സ്വാഭാവികം. ഇപ്പൊ അവള് പറഞ്ഞു അത് എന്റെ ഫെയർ ആണ്. മനസ്സിലായി? ഫ്ലോപ്പായ ഒരു ക്യാപ്റ്റൻസി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്ട്രോങ് അല്ലായിരുന്നു. അത് ശരി, ഫ്ലോപ്പ് അല്ല, പക്ഷെ സ്ട്രോങ്ങും അല്ല. ജാസ്മിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പുറത്തു പോയി വന്ന ശേഷം അല്ലേ അത്? ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പൊ ഒരു ഇതും ഇല്ലാതാണ് അൻസിബ. കണ്ടാ, ഫ്രണ്ട് ആയോണ്ടല്ലേ ഇപ്പൊ രശ്മി സൈഡ് പറഞ്ഞ് ഒന്ന് പറയുമ്പോ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അൻസിബ ആണെന്നുണ്ടെങ്കിൽ ആ ആളുടെ ഹെൽപ്പ് ചെയ്യാം. കിടന്നുറങ്ങുന്ന ഒരാളെ കൊണ്ട്. എന്റെ പൊന്നു രശ്മിനെ, അടുക്കളയിൽ പണിയെടുക്കുന്നതാണോ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണോ വലിയ കാര്യം? ഞാൻ ആ പോയിന്റ് മനസ്സിലാക്കുന്നത്. രശ്മിൻ അങ്ങനെയൊക്കെ ചോദിച്ചാ ഉറങ്ങണതാണല്ല, എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടെ പോയിട്ട് എറിഞ്ഞു വീഴ്ത്തി. ഋഷിയാണ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ. പ്രതീക്ഷിക്കുന്നു. കൊല്ലരുത് പ്ലീസ്. ഋഷി പറയാണ് എന്നെ കൊല്ലരുത് എല്ലാരും കൂടി ചേർന്ന്. ക്യാപ്റ്റനോട് പറയാനുണ്ടോ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം? ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു ക്യാപ്റ്റൻ എന്തെങ്കിലും ഉപദേശം നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ കേട്ടോ. എത്ര നല്ലത് ചെയ്താലും നമ്മൾ ഒരു ഫോൾട്ട് എവിടെയാണോ ചെയ്യുന്നത്. രശ്മിൻ വലിയ മാസം എന്നും പറഞ്ഞിട്ട് നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതായിരിക്കും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ. നീ ഇത് മനസ്സിൽ വെച്ചു. ചെയ്താൽ അംഗീകരിക്കണം. ആൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ആളുടെ ഫാൾട്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്ത് അംഗീകരിക്കണം. മനസ്സിലായോ? അതാണ് ക്ലിയർ. എന്റെ രശ്മിനെ ഇങ്ങനെ 3G ആവാൻ നിനക്ക് ഉളുപ്പുണ്ടോ? എന്നെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പലരും നോക്കും. നീ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. നോറ ഡാ, നീ ആരുടെയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തീരുമാനം എടുക്കരുത്. നിന്നോട് മറ്റേ പവർ ടീമിനെ എങ്ങനെ എടുക്കാനൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എടുക്കരുതെന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഇത് ആരലങ്കരിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. ജാസ്മിന് ജിൻഡോ പറഞ്ഞത് ഇഷ്ടമായില്ല. ജാസ്മിൻ ജിൻഡോക്ക് എതിരെ എന്തോ പറഞ്ഞു. ഒരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാത്റൂമിന്റെ ഇടത്തുവശമുള്ള കണ്ണാടിയില്ലേ, അതിലും ഭേദം എന്റെ ശവം എടുക്കണമല്ലോ ലാലേട്ടാ. അപ്പൊ അത് കഴിഞ്ഞ് എവിക്ഷൻ ആയിരുന്നു. അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ എനിപ്പിച്ച് നിർത്തിയിട്ട് അവർക്കൊക്കെ ഓരോ ക്യൂ കാർഡ് കൊടുത്തു. നോക്കാം, ഒരുമിച്ച് തുറന്നു നോക്കാം. ലാലേട്ട് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കാർഡ് തുറക്കൂ. അപ്പൊ അതിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് രതീഷ് എവിക്റ്റഡ്. എവിക്റ്റഡാ? അതെങ്ങനെ? രതീഷ് എന്റെ അടുത്തേക്ക് വന്നോളൂ. ഓക്കെ സർ. ഗസ്റ്റ് ആയി വന്ന ആളെ എവിക്റ്റ് ആക്കണെന്തിനാ? യെസ് സർ. ബാക്കിയുള്ളവർക്ക് ഇരിക്കാം. ചുരുക്കി പറഞ്ഞ് ഇയാൾ ഊക്കാൻ വിളിച്ചു വരുത്തിയതാണല്ലേ. രണ്ടാമത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമതും വരാൻ പറ്റി. ജാസ്മിൻ ഞാനൊന്നും മന്നില്ല, ഞാൻ ഗബ്രി പോയ വിഷമം ആലോചിച്ച് കരഞ്ഞു തീർക്കട്ടെ. കണ്ടുമുട്ടി നമ്മൾ ചേട്ടന്റെ പാട്ട് കേൾക്കാം നമുക്ക്. ഇത്രത്തോളം ചേർന്നു പോയി ജിൻഡോ കരയിപ്പിക്കലടാ മോനെ. ഇത്തിരി ദുഃഖവും ഇയാൾക്ക് മസിൽ മാത്രമേ ഉള്ളൂ, പഞ്ചപാവം പോലെയാണ് ഞാൻ അഭിനയിക്കുന്നതാണോ? കണ്ണുനീരും എനിക്ക് മറ്റേ കാവേരിത്തുമ്പിൽ കാത്തിരുന്ന് പൈതലേ അതായിരുന്നു ഇഷ്ടം. ഷിബിൻ പോയ ക്ഷീണമൊന്ന് അലക്കി വെളുപ്പിച്ചെടുക്കാൻ രതീഷിനെ കയറ്റി, അത്രേ ഉള്ളൂ. രതീഷിനെ പുറത്താക്കണത് ഓക്കെ എനിക്ക് സമ്മതിക്കാം, പക്ഷെ രതീഷ് എവിക്റ്റ് ആവുന്ന എങ്ങനെയാ? പുള്ളി ഗസ്റ്റ് അല്ലേ. കഴിഞ്ഞ തവണ രജിത് കുമാർ റോബിനൊക്കെ വന്നപ്പോ അവരെ എവിക്റ്റ് ആക്കിയ, റോബിന്റെ കേസ് വിട്, രജിത് കുമാറിനെ എവിക്റ്റ് ആക്കിയ. ഫ്രണ്ട് ഡോർ തുറന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു. ഇതിനെ ബോർഡൊക്കെ എഴുതി രതീഷ് എവിക്റ്റഡ് എന്ന് എഴുതി കൊടുക്കണേ. ഞാനാണ് അവന് ജിൻഡപ്പൻ എന്ന് പേരിട്ടത്. അതെ, ജിൻഡു ഭയങ്കര ബുദ്ധിമാനാ, പക്ഷെ അവിടെയുള്ളവർ വിചാരിച്ചിട്ട് പുള്ളി മണ്ടനാണെന്നാണ്. അതാണ് അവന്റെ ഗെയിം. വിന്നറായിട്ട്
മാറാൻ. എന്തൊക്കെ ത്യാഗം ചെയ്ത് എന്തൊക്കെ സഹനത്തിൽ കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തുവാണ് സഹനം എന്നൊക്കെ. ഇന്ന് പോലാലേട്ടാ. എന്തായാലും ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിനെ വെളുപ്പിക്കാൻ നമ്മുടെ രതീഷേട്ടൻ തന്നെ വേണ്ട വന്നു. എന്തായാലും വളരെയധികം സന്തോഷം. വെരി താങ്ക് യു. എന്നാലും ഉണ്ടുകൊണ്ടിരുന്ന രതീഷേട്ടനെ വിളിച്ചു വരുത്തി ചോറില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പിന്നെ വിഷമിപ്പിക്കണ്ടായിരുന്നു. രീതിയിലുള്ള മോഷണം നടക്കുന്നതായിട്ടാണ്. അത് കഴിഞ്ഞ് ലാലേട്ടൻ പോയി വന്നപ്പോ വീട്ടിലെ കള്ളന്മാരെ പിടിക്കുകയാണ്. ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ശരി, തേങ്ങ അടിച്ചു പറ്റിയ ഫുൾ തേങ്ങയാ? കൂടോത്രം വല്ലതും ആണോ? 2 ഭരണിനകത്ത് നിറച്ച് ക്യാരറ്റും മുളകും. മോഷണങ്ങൾ, പിന്നെ മോഷണങ്ങൾ. ചായ കള്ളൻ ജിൻഡോ ചേട്ടൻ. ജിൻഡോ ഞാനാ? എപ്പ? പക്ഷെ കള്ളനില്ലാതെ പറഞ്ഞാണ് കുടിക്കുന്നത്. ജിൻഡോ ഞാനെപ്പ കട്ട് ചായ കുടിച്ച്? ഞാൻ എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ കുടിച്ചാണ്. വെറുതെ അപവാദം പറയരുതിട്ടോ. ഫസ്റ്റ് വീക്ക് തന്നെ ചപ്പാത്തി കട്ടെന്ന് പറഞ്ഞപ്പോഴേ പിടിച്ചതാണ്. നമ്മുടെ ജിൻഡോക്ക് എന്താ പറയാണ്ട്? കള്ളനായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഇവരെല്ലാവരും കള്ളന്മാരും കള്ളവികളാന്ന് ഇവരെന്നെ തെളിയിച്ചു. അതായത് ഫസ്റ്റ് വീക്കിൽ എല്ലാരും കൂടി ഞാൻ 2 ചപ്പാത്തി എടുത്തതിന് എന്നെ കള്ളനാക്കി. എന്നെക്കാളും വലിയ കള്ളന്മാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴേ മനസ്സിലായില്ലേട്ടാ. ഏത് ബുൾസൈ? അപ്പൊ നന്ദന, എന്റെ പൊന്നു ജിൻഡോ ചേട്ടാ, നിങ്ങൾക്ക് ബുൾസൈ തന്നത് ഞാനാ. എനിക്കറിയോ ലാലേട്ടാ, പവർ ടീം ഒരു സാധനം തരുമ്പോ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് പോയിന്റ്. ഇയാള് കഴിഞ്ഞ ജന്മത്തിൽ വക്കീലായിരുന്ന. ഞാൻ എനിക്ക് കൊണ്ടുവന്ന് ഞാൻ തിന്നു. ജിൻഡോ ബി ലൈക്ക്, ഞാൻ എന്ത് സ്നേഹത്തിൽ ആര് തന്നാലും ഞാൻ കഴിക്കില്ല ലേട്ടാ. അത് പവർ ടീം തരുമ്പോ പിന്നെ അത് ഞാൻ മോഷണമെന്ന് വിചാരിക്കുന്നതിന് അവർക്കല്ല അധികാരമുള്ളത്. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഓരോരുത്തർ അടിച്ചു മാറ്റി ഓരോരുത്തർ റൂമിൽ കൊണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാണ്. ശരി, ഇത് ഇത്ര നാളായിട്ട് ഉപ്പിലിട്ട് തീർന്നില്ലേ? ശരി, ആയിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ല, അത് ശ്രീധുവിന് ചേറ ചെലവന്മാരെടുത്ത് വെച്ചതാണ്. അപ്സര എന്തിനീ 2 മുട്ട എടുത്ത് വെച്ചാണ്? വല്ല കൂടോത്രാണ്? ഭാഗ്യം വേറൊന്നും കാണിച്ചു. ആര് വിളിച്ചു പറയാ ഭാഗ്യം വേറൊന്നും കാണിച്ചില്ല. പുതിയ അതിഥികൾ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ വീക്കിൽ കുറെ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോയി. ലാലേട്ടൻ പോയ ശേഷം അവിടെ രശ്മിൻ ജിൻഡോ ഫൈറ്റ് നടന്നു. രശ്മിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോ കുറെ കുറ്റം പറഞ്ഞതിനാണ് രശ്മിൻ ഇങ്ങനെ കിടന്നത് ഇളകുന്നത്. രശ്മിനെ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഉണ്ടല്ലോ, റിയൽ സ്വഭാവം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു പോവും. രശ്മിനെ, ഇതാണ് നിന്റെ റിയൽ ക്യാരക്ടർ. അത് പുറത്ത് വന്നു. നീ എത്ര അഭിനയിച്ചിട്ടും കാര്യമില്ല. ഇനി അയാളെ കാണിച്ചു തരാൻ. രശ്മിനെ, നാളെ തൊട്ട് ജിൻഡോനെ കാണിച്ചു കൊടുത്തോളൂ, ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ വലിയ കോണ്ടന്റും വലിയ കോലാഹലങ്ങളും ഒന്നും ഇല്ലാതിരുന്ന അടുത്തൊരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി ഇവിടെ തീരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. 58ന്റെ റിയാക്ഷനുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.